എന്ത് സ്നേഹത്തോടെയാ മഹേട്ടൻ മാളുവിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ശരിയാ ഗംഗ പറഞ്ഞത്. പണ്ടൊക്കെ എനിക്ക് എന്റെ അച്ഛനോട് ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ ഗംഗ കാരണ ഞാൻ അച്ഛനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ വേണം. നല്ല കുട്ടികൾ അങ്ങനെയാ. മോളുടെ അച്ഛന് മോള് മാത്രല്ലേ ഉള്ളൂ. ആ ഓർമ്മ എപ്പോഴും എന്റെ മാളുവിന് വേണം. പക്ഷെ ഗംഗ പറഞ്ഞതിലൊരു തെറ്റുണ്ടല്ലോ. ആ, എന്താ മോളെ? അച്ഛന് ഞാൻ മാത്രമല്ലല്ലോ, ഗംഗയുണ്ട്. എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയല്ലേ. മോളെ അത് ഗംഗ പറഞ്ഞാലില്ലെങ്കിലും അതെനിക്കറിയാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാം. എന്താ അത്? മഹിയുടെ മോളായോണ്ടല്ലേ ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമായത്. അപ്പൊ എന്നെക്കാൾ ഇഷ്ടം അച്ഛനെയല്ലേ? എന്റെ കുറുമ്പി, എന്തൊക്കെയാ പറയുന്നത്? ഈ കുഞ്ഞു വായി നിന്നാണോ ഈ വർത്താനൊക്കെ വരുന്നത്? ഗംഗേ, എന്താ മാണു? ഞാനൊരു കാര്യം പറഞ്ഞ ഗംഗ അനുസരിക്കോ? മോള് പറ. എനിക്ക് ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കോ? ഗംഗയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെന്താ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം? സ്കൂൾ മത്സരത്തിന് ഗംഗ എന്റെ കൂടെ വരുമോ? ഞാൻ വരണോ മോളെ? എനിക്കിവിടെ ഒരുപാട് ജോലികളില്ലേ. അത് മാത്രല്ല മഹേട്ടനും ശ്രേയച്ചും എല്ലാം വരുമായിരിക്കും. അവരൊന്നും വരണ്ട, ഗംഗ വന്നാ മതി. എല്ലാവരും അമ്മമാരെ കൊണ്ടുവരുന്നേ. എന്റെ അമ്മ ഗംഗയല്ലേ. അപ്പൊ വേറെ ആരുമില്ല, ഗംഗയല്ലേ എന്റെ കൂടെ വരേണ്ടത്. ഗംഗ മാത്രം എന്റെ അമ്മ. മോളെ, എന്റെ പൊന്നു മോളെ നീ. ഹലോ, എന്തായി? കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടക്കുവോ? ഈ നകുലൊരു വാക്ക് പറഞ്ഞാൽ അതിന് വ്യത്യാസം ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് നിങ്ങൾ കൃത്യമായി എത്തണം. ഞാൻ ഗംഗയെ അവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, ഡീൽ. വണ്ടിയുടെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. പിന്നെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായാൽ എന്നെ അറിയിച്ചിരിക്കണം. ശരി, അധികം നേരം ഇങ്ങനെ സംസാരിക്കുന്നത് സേഫ് അല്ല. ആരെങ്കിലും കേട്ടാ അത് പണിയാവും. ഇവിടെ ചോരകൾക്ക് പോലും ചെവിയുണ്ട്. ശരി, ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ ബോസിനെ അറിയിക്കട്ടെ. ഗംഗയുടെ ഫോട്ടോ കണ്ടത് മുതൽ ബോസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടതാ. ഇന്ന് സുന്ദര സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിക്കോളാൻ പറ. നാളെ ഗംഗ ബോസിനൊപ്പം ഉണ്ടാവും. ഓക്കെ, നിന്റെ ബാലൻസ് ക്യാഷ് ഗംഗയെ എത്തിക്കുന്ന സമയം തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓ, അത് മതി. ആ, അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ.